ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അയല മുളക് കറി വെക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 4 അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അയലയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. മൺചട്ടി ചൂടായി വന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്ന സമയത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വഴട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മസാല ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുടംപുളി വെള്ളവും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു അല്പം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് അയല കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ അത് വരാതിരിക്കാൻ ഇങ്ങനെ കായം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല ചേർത്ത് കൊടുക്കുക. അയല ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെന്ത് വരുമ്പോൾ നമ്മൾ ഇളക്കരുത്, അങ്ങനെയായാൽ മീൻ പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ മീൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അയല മുളക് കറി വെച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.